എടാ പഠിക്കാണ്ടെന്ന് ഇങ്ങോട്ട് കയറണ്ടേ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ടട്ടോ. 2 ആഴ്ച മുന്നേ എന്നെ ഒരുത്തം വിളിച്ചിട്ട് എന്നോട് പറയാ, ഞാൻ 10th കഴിഞ്ഞു, എനിക്ക് അവിടെ നിന്ന് ജോബ് കിട്ടാൻ വഴിയുണ്ടോ? എന്ത് 10th കഴിഞ്ഞു ജോബ് കിട്ടാൻ വഴിയുണ്ടോ? ഇവിടെ ഡിഗ്രി പഠിച്ചാൽ ജോബില്ല. അപ്പാണ് അവൻ എന്നോട് വിളിക്കണേ 10th കഴിഞ്ഞു ഒരു ജോബ് കിട്ടാൻ വഴിയുണ്ടോ? അത് കേട്ടിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് സ്റ്റക്കായി പോയി. സംഭവം എന്താണെന്നറിയോ, അവൻ +1 ഒക്കെ പോയതാ. സ്കൂളിൽ നിന്നായിട്ട് എന്തോ പ്രശ്നമായിട്ട് അവൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു +1. ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് അടുത്ത അലോട്ട്മെന്റ് അധികം കൊടുത്തു നോക്കിക്കൂടെ. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ആ റീസൺ പറഞ്ഞത്, ഞാൻ എൻ്റെ കൂടെ പഠിച്ച ആളല്ലേ ഇനി സീനിയർ ആവും, പിന്നെ അതെൻ്റെ പെണ്ണിന് ഇഷ്ടമല്ല. എന്ത് പെണ്ണിന് ഇഷ്ടമല്ല? സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ചീത്ത വിളിച്ചിട്ടോ ഫസ്റ്റ്. എന്നിട്ട് ഞാൻ അവനോടൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അവനോട് എനിക്ക് 26 വയസ്സായി. എൻ്റെ 26 വയസ്സിലൊരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, ലൈഫ് കുറച്ചേ എനിക്ക് റിയാലിറ്റി ആവും. റിയാലിറ്റി ആകുമ്പോൾ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് കണ്ടല്ലേ, 2 ആളൊഴികെ ബാക്കി ഒരാളും നിൻ്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. അതാരല്ലെന്നറിയോ? നിൻ്റെ പാരൻസും ചിലപ്പോൾ നിൻ്റെ ഇക്കാക്കും. കുറച്ചുകൂടി കാര്യം മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു. എനിക്കിവിടെ കഫ്തേരിയിലൊരു സൂപ്പർ മാർക്കറ്റിലോ പണിയാണെങ്കിൽ ഞാൻ നോക്കിത്തരാം, പ്രശ്നമില്ല. 1000 ദിർഹം സാലറി ഉണ്ടാവും, പിന്നെ ലീവൊന്നും നോക്കണ്ട, ലീവൊന്നും ഉണ്ടാവില്ല, 12 മണിക്കൂർ പണിയും ഉണ്ടാവും. അവൻ കുറച്ച് ചിന്തിച്ചിട്ടാ, 1000 ദിർഹം സാലറി, 1000 × 25 20000 റുപ്യ സാലറി കിട്ടും. 20000 റുപ്യ ഉണ്ടല്ലേ, എന്നാൽ ആ പണി നോക്കണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മിക്കവാറും അടുത്ത മാസം തന്നെ അവൻ അലോട്ട്മെന്റ് കൊടുക്കും. അങ്ങനത്തെ രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ അടുത്ത് 2-3 ആൾക്കാരെ പരിചയപ്പെട്ടുവിടാ. അതിൽ ഒരാൾ എങ്ങനത്തേന്ന് അറിയോ, അയാൾക്ക് ഏകദേശം 7 മുതൽ 8 വർഷം എക്സ്പീരിയൻസ് ഇവിടാം. അയാൾക്ക് ഇപ്പോഴും സാലറി 1800. എത്ര? 1800 ദിർഹം ഇപ്പോൾ സാലറി. നാട്ടിൽ പഠിച്ച് കുറച്ച് നാട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു 5-6 വർഷം നാട്ടിൽ തന്നെ ഇങ്ങോട്ട് വരുന്നാക്കില്ലേ, ഏകദേശം 5000 to 6000 സാലറിയാണ് ഇവിടെ. അങ്ങനത്തെ സ്ഥിതിക്കാണ് പഠിക്കാതെ ഇവിടെ വന്നാൽ ഇപ്പോഴും 7-8 വർഷം പണിയെടുത്തിട്ടും 1800 സാലറി ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ വിചാരം എന്താണെന്നറിയോ, 2000 ദിർഹം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 2000 × 25 50000 റുപ്യ നമുക്ക് നാട്ടിലത്തെ സാലറി കിട്ടുന്നുണ്ട് നമ്മുടെ വിചാരം. ഏതെങ്കിലും ഒരു പുറത്ത് കൺട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴല്ലേ അങ്ങനെയല്ല സാലറി നോക്കണ്ടേ. പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. നിങ്ങളുടെ നാടും ഈ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സാലറി ആക്ച്വലി കിട്ടുന്നതെന്ന് അതിൽ മനസ്സിലാവും. അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങളെ കൺട്രി സെലക്ട് ചെയ്യുക, സാലറി എൻ്റർ ചെയ്യുക, ലോക്കൽ പ്ലേസും കൂടി എൻ്റർ ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റർ അടിച്ചാൽ ഇതാ ഇവിടെ വരും. 2000 നിങ്ങൾ ദുബായിൽ വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നാട്ടിൽ 23,000 കിട്ടുന്നതിൻ്റെ പവറിലൂടെ. നമ്മുടെ വിചാരണ 2000 കിട്ടുന്നുണ്ടെങ്കിൽ 2000 × 25 50000 സാലറി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണ്ടവർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ അയച്ചുതരാം. ഓട്ടോമാറ്റിക് റിപ്ലൈ അല്ല കേട്ടോ, പേഴ്സണലായിട്ട് അയച്ചുതരാം. അപ്പം ബൈ.